രാവിലെ അന്നമ്മയും സൂസനും അടുക്കളയിലാണ്. ഹിമയെ കാണുന്നില്ലല്ലോ സൂസി, എന്നും രാവിലെ എഴുന്നേറ്റ് വരുന്നതാ. എന്ത് പറ്റിയോ ആവോ, ഇനി വയ്യാതെയോ മറ്റോ? ഒന്ന് പോയി നോക്കിയാലോ? അന്നമ്മ സ്റ്റെയറിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. സൂസൻ അത് കേട്ട് ഒന്ന് ചിരിച്ചു. നീ എന്തിനാടി ഇങ്ങനെ ചിരിക്കുന്നത്? അന്നമ്മയ്ക്ക് ദേഷ്യം വന്നു. ഇവിടെ നടക്കുന്നത് വല്ലതും ചേട്ടത്തി അറിയുന്നുണ്ടോ? പിള്ളേര് രണ്ടും കൂടി ഇന്ന് വെളുപ്പിനാ കയറി വന്നത്. ഇന്നലെ രാത്രി ഇറങ്ങിപ്പോയതാ, സൂസമ്മ പറഞ്ഞു. നീ ഇത് എന്നതൊക്കെയാ സൂസി ഈ പറയുന്നേ? എന്നിട്ട് നീ അവരോടൊന്നും ചോദിച്ചില്ലേ? നീ അവൻ്റെ ആൻറ്റിയല്ലേ, ഇങ്ങനൊരു ഉത്തരവാദിത്തം ഇല്ലാതായ എങ്ങനാ? അന്നമ്മ പരിഭവത്തിൻ്റെ കെട്ടഴിച്ചു. എൻ്റെ അന്നമ്മേ, ഒന്ന് സമാധാനപ്പെട്. ആദ്യം ഞാനും ഒന്ന് പേടിച്ചതാ. പക്ഷേ സൂസമ്മ എന്തോ ആലോചിച്ചെന്ന പോലെ നിർത്തി. എന്നതാ സൂസി, നീ ഒന്ന് തെളിച്ച് പറഞ്ഞേ, അന്നമ്മ പറഞ്ഞു. എൻ്റെ ചേട്ടത്തി നമ്മുടെ അലോഷി കെട്ടിയോലെ കയ്യിലെടുത്തോണ്ട് പോന്നു, തിരികെ എടുത്തോണ്ട് വരുന്നു. എൻ്റെ കർത്താവേ, ഞാനങ്ങ് ചമ്മിപ്പോയെന്നേ, സൂസി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അയ്യടി, വേണ്ടാത്തത് നോക്കിയേച്ചും അവൾ പറയുന്നത് കേട്ടില്ലേ, അവൾ ചമ്മിപ്പോയെന്നു. അന്നമ്മ സുസമ്മയുടെ തലയ്ക്കൊരു തട്ട് കൊടുത്തു. എൻ്റെ ചേട്ടത്തി, ഞാൻ ആദ്യം വിചാരിച്ചതേ പിള്ളേരേതാണ്ട് വഴക്കുണ്ടാക്കി പോകുന്നതാന്നാ. അതാ ഞാൻ കാത്തിരുന്നത്. അപ്പോഴല്ലേ മനസ്സിലായത് അത് വഴക്കല്ല, പിള്ളേർ പ്രേമിച്ചതാന്ന്. അന്നമ്മയും സുസമ്മയും പറഞ്ഞ് ചിരിക്കാൻ തുടങ്ങി. എന്തായാലും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് അറിഞ്ഞല്ലോ, അത് മതി, അന്നമ്മ പറഞ്ഞു. അമ്മച്ചി, ചായ. ഹിമയാണ്. ആഹാ, മോള് വന്നോ? ഞങ്ങളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, കണ്ടില്ലല്ലോ എന്ന്. ദാ ഇത് കുടിക്കേ. അന്നമ്മ ചായ ഒഴിച്ച് ഹിമയ്ക്ക് നീട്ടി. മുഖം കണ്ടാലറിയാം നല്ല ക്ഷീണമുണ്ട്. അവൾ ചായ വാങ്ങി കുടിച്ചു. അലോഷി എവിടെ മോളെ, എണീറ്റില്ലേ? സൂസമ്മ ചോദിച്ചു. ഇല്ല ആൻറ്റി, അച്ചച്ചൻ നല്ല ഉറക്കമാ. ഹിമ വലിയ താല്പര്യമില്ലാതെയാണ് പറഞ്ഞത്. എന്താ കൊച്ചിന് വയ്യേ? സൂസമ്മ ഹിമയുടെ നെറ്റിയിൽ കൈവച്ച് നോക്കി. നല്ല തലവേദന, വേറെ കുഴപ്പമൊന്നുമില്ല, ഹിമ പറഞ്ഞു. സൂസമ്മ അന്നമ്മയെ നോക്കി ഒന്ന് ചിരിച്ചു. അന്നമ്മ കൂർപ്പിച്ചൊന്ന് നോക്കിയപ്പോൾ സൂസമ്മ സൈലൻ്റായി. മോൾ എന്തേലും കഴിച്ചിട്ട് പോയി കിടന്നോ? അന്നമ്മ ഒരു പാത്രത്തിൽ 2 അപ്പവും കുറച്ച് കറിയും എടുത്തു കൊടുത്തു. ഒരു വിധത്തിൽ അത് കഴിച്ച് ഹിമ റൂമിലേക്ക് പോയി. ബെഡ് കണ്ടതും അവൾ അതിലേക്ക് വീഴുകയായിരുന്നു. പിന്നെയും കുറേ സമയം കഴിഞ്ഞാണ് അലോഷി എഴുന്നേറ്റത്. കണ്ണു തുറന്ന് ആദ്യം കണ്ടത് തനിക്കരികിലായി ചേർന്ന് കിടക്കുന്ന ഹിമയെയാണ്. അവൻ കുറച്ചു നേരം അവളെ തന്നെ നോക്കി കിടന്നു. അവളുടെ കവിളിലേക്ക് കൈ ചേർക്കുമ്പോൾ അവൾ ഒന്നുകൂടി അവൻ അരികിലേക്ക് ചേർന്ന് കിടന്നു. കൊച്ചേ, നേരെ ഒരുപാടായി, എഴുന്നേൽക്കുന്നില്ലേ? അലോഷി ചോദിച്ചു. അച്ചച്ചൻ പൊക്കോ, ഞാൻ വന്നേക്കാം, അവൾ അലോഷിയെ ചുറ്റി പിടിച്ചുകൊണ്ട് പറഞ്ഞു. ആഹാ, ഇത് കൊള്ളാമല്ലോ, എഴുന്നേറ്റ് വന്നേ, എനിക്ക് വിശക്കുന്നു. വാ, നമുക്ക് എന്തെങ്കിലും കഴിക്കാം, വന്നേ, അലോഷി ഹിമയോട് പറഞ്ഞു. ഞാൻ കഴിച്ചതാ അച്ചാച്ചാ, എന്നോട് അമ്മച്ചി തന്നാ പറഞ്ഞത് കിടന്നോളാൻ. എനിക്ക് തീരെ വയ്യ, നല്ല തലവേദന, അച്ചാച്ചൻ പൊക്കോ. ഹിമ ചിണുങ്ങിക്കൊണ്ട് തിരിഞ്ഞു കിടന്നു. അലോഷി പിന്നെ നിർബന്ധിക്കാൻ പോയില്ല. വേഗം ഫ്രഷായി താഴേക്ക് ചെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. മുറ്റത്തേക്ക് ഇറങ്ങി. അലോഷി, നിനക്ക് ഇന്ന് എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ? അലക്സ് ചോദിച്ചു. അങ്ങനൊന്നുമില്ല, തോട്ടത്തിലൊന്ന് പോകണം, അത് നാളെ പോയാലും മതി, നീ കാര്യം പറയടാ, അലോഷി അലക്സിനരികിലേക്ക് ചെന്നുകൊണ്ട് പറഞ്ഞു. അല്ല, അബി വന്നതല്ലേ, നമ്മളിതുവരെ ഒന്ന് കൂടിയില്ലല്ലോ, ഇന്നായാലോ? അലക്സ് ചോദിച്ചു. അത് ഞാനും ഓർത്തതാ, പിന്നെ ഓരോ തിരക്കിലായിപ്പോയി. സത്യത്തിൽ ആ ചെക്കനോടൊന്നും മര്യാദയ്ക്ക് മിണ്ടാൻ കൂടി പറ്റിയില്ല, അലോഷി പറഞ്ഞു. മിണ്ടാനൊക്കെ ഇനിയും സമയമുണ്ടല്ലോ ഇച്ചായ, ഞാനിവിടെ തന്നെ ഇല്ലേ. എനിക്കറിയാം ഇച്ചായൻ്റെ തിരക്ക്, പിന്നെ ആലോചിച്ചായൻ്റെ കുറവ് നികത്താനല്ലേ എൻ്റെ അലക്സ് ഇച്ചായൻ, അബി അവർക്കരികിലേക്ക് നടന്നു വന്നുകൊണ്ട് പറഞ്ഞു. അത് ശരിയാടാ നീ പറഞ്ഞത്, നിൻ്റെ പെങ്ങൾ എന്നെ നിലത്ത് നിർത്തുന്നില്ല, അലോചി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പാവമായി ചായ, ഇത്തിരി വാശിയുണ്ടെന്നേ ഉള്ളൂ. എൻ്റെ അമ്മയുടെ സ്വഭാവം അവൾക്ക്. നോക്കിക്കോണേ ചായ, നിങ്ങൾ തമ്മിൽ വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ. സത്യത്തിൽ അവളുടെ കാര്യത്തിലാണ് അമ്മയ്ക്ക് ആദ്യം മുഴുവൻ. അബി പെട്ടെന്ന് സെൻറ്റിയായി. ഏയ്, അവൾ ഹാപ്പിയാ, പിന്നെ എന്തേലും കുഴപ്പമുണ്ടേൽ ഇവിടെ എല്ലാവരും ഇല്ലേ. അല്ലേ തന്നെ എന്തിനാ ഒരുപാട് പേര്, നമ്മുടെ അലോഷി മാത്രം മതിയല്ലോ, അലക്സ് അലോഷിയെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. ഒന്ന് ചുമ്മാതിരിക്കടാ അലക്സേ, അവൻ അവൻ്റെ വിഷമം പറഞ്ഞതല്ലേ. അബി, അവൾക്കാകെയുള്ള വിഷമം അവളുടെ മമ്മിയെയും ഡാഡിയെയും കുറിച്ച് ഓർത്താ. അതിനിപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാനല്ലേ പറ്റൂ, അലോഷി പറഞ്ഞു. ഇച്ചായ, നിങ്ങളുടെ കെട്ടിൻ്റെ കാര്യം അവരറിഞ്ഞോ?
അതിനെപ്പറ്റി ഹിമ എന്തെങ്കിലും പറഞ്ഞോ ഇച്ചായനോട്? അഭി ചോദിച്ചു. പറഞ്ഞിട്ടില്ല, ഹോസ്പിറ്റലിലല്ലേ, അതുകൊണ്ട് ഇപ്പോൾ പറയുന്നില്ല എന്ന് ഹിമ തന്നെയാണ് തീരുമാനിച്ചത്. ഞാനും എതിർത്തൊന്നും പറഞ്ഞില്ല. പിന്നെ ഇതൊക്കെ അവൾക്കല്ലേ കൂടുതൽ അറിയൂ. ഞാൻ വെറുതെ അഭിപ്രായം പറഞ്ഞ് ചളവാക്കണ്ടെന്ന് വിചാരിച്ചു, അലോഷി പറഞ്ഞു. അതേതായാലും നന്നായി. ഇപ്പോൾ പറയാതിരിക്കുന്നതാ നമുക്കെല്ലാവർക്കും നല്ലത്. അറിഞ്ഞാൽ അവരെങ്ങനെയാണ് പ്രതികരിക്കുക എന്ന് അറിയില്ല. പിന്നെ ഡേവിഡ് അങ്കിൾ അത്ര നിസ്സാരക്കാരനൊന്നും അല്ല. ഹിമ അങ്ങേരുടെ ജീവനാ. മോൾക്ക് വേണ്ടി അയാൾ എന്തും ചെയ്യും. എല്ലാത്തിനും എൻ്റെ അച്ഛനെ പറഞ്ഞാൽ മതിയല്ലോ. അച്ഛന് പണത്തിനോടുള്ള ആർത്തിയാണ് ഇതിനെല്ലാം കാരണം. എന്നിട്ട് അനുഭവിക്കുന്നതോ ഒന്നും അറിയാത്ത ആ പാവം കൊച്ചും, അഭി പറഞ്ഞു. നീ എന്താ അഭി അങ്ങനെ പറഞ്ഞത്? ഈ ബന്ധം അവർ അംഗീകരിക്കില്ലെന്നാണോ നീ പറഞ്ഞു വന്നത്? അലക്സ് ചോദിച്ചു. ആരംഗീകരിച്ചില്ലേലും എനിക്കൊന്നുമില്ല. ഞാൻ മിന്നെ കിട്ടിയ പെണ്ണാ അവള്. അലോഷിക്ക് ജീവനുള്ളിടത്തോളം കാലം അവള് എൻ്റെ കൂടെ തന്നെ കാണും. എൻ്റെ കൊച്ചിനെ എന്നിൽ നിന്ന് പറിച്ചെടുക്കാൻ ആര് വന്നാലും ഈ അലോഷി ആരാണെന്ന് അവരറിയും, അത്ര തന്നെ. അതുമാത്രമല്ല, ഞാൻ എത്രത്തോളം അവളെ സ്നേഹിക്കുന്നുണ്ടോ അതുപോലെ അവൾ എന്നെയും സ്നേഹിക്കുന്നുണ്ട്. എനിക്കത് മതി, അലോഷി ദേഷ്യത്തിൽ പറഞ്ഞു. ഇച്ചായ, അവൾ എന്നും ഇച്ചായൻ്റെ കൂടെ സന്തോഷമായി ഇരിക്കണമെന്ന് തന്നെയാണ് എൻ്റെയും ആഗ്രഹം. പക്ഷേ ആ എഡ്ഡിയില്ലേ, അവനറിഞ്ഞാലും മതി കാര്യങ്ങൾ കൈവിട്ട് പോവാൻ. ഡേവിഡ് അങ്കിളിന് എഡ്ഡിന്ന് വെച്ചാൽ വലിയ കാര്യമാണ്. അവനെക്കൊണ്ട് ഹിമയെ കെട്ടിക്കാനിരുന്നത് ആള്. അവർക്ക് ആക്സിഡൻ്റായി എഡ്ഡി പോയപ്പോഴാണ് കിട്ടിയ സമയത്തിന് അച്ഛൻ ഈ കെട്ട് നടത്തിയത്. അത് അച്ഛൻ്റെ മറ്റൊരു തന്ത്രം. എഡ്ഡി ഇവിടെ ഉണ്ടെങ്കിൽ ഈ കെട്ട് നടക്കില്ലെന്ന് അച്ഛന് നന്നായിട്ടറിയാം, അത്ര തന്നെ, അഭി പറഞ്ഞു. അഭി, ഹിമയ്ക്ക് ഈ എഡ്ഡിയോട് എങ്ങനെയായിരുന്നു? അലക്സ് ചോദിച്ചു. ഏയ്, അവർ നല്ല ഫ്രണ്ട്സിനെ പോലെയാണ് എനിക്ക് തോന്നിയത്. അതിനപ്പുറം ഒരു ബന്ധം അവൾക്കുള്ളതായി എനിക്ക് തോന്നിയിട്ടില്ല. ഉണ്ടായിരുന്നേ കെട്ടിന് മുന്നേ ഹിമ അത് പറഞ്ഞേനെ, എനിക്ക് ഉറപ്പാ, അഭി പറഞ്ഞു. അഭി ഓരോന്ന് പറഞ്ഞപ്പോൾ ആദ്യം ധൈര്യം കാണിച്ചെങ്കിലും സമയം കടന്നു പോകവേ അലോഷിയുടെ ഉള്ളിൽ പിടയ്ക്കാൻ തുടങ്ങി. എവിടെയും മനസ്സുറയ്ക്കുന്നില്ല, ആകെ ഒരു വെപ്രാളം പോലെ. ഇപ്പോൾ തന്നെ ഹിമയെ കണ്ടില്ലെങ്കിൽ ജീവൻ പോകുമെന്ന് വരെ അവന് തോന്നി. നേരെ റൂമിലേക്ക് പോയി. ബെഡിൽ അവൾ ഇല്ലായിരുന്നു. വാഷ്റൂമിൽ അനക്കമൊന്നുമില്ല. അലോഷിയുടെ ഉള്ളൊന്ന് പിടഞ്ഞു. അപ്പോഴാണ് ബാൽക്കണിയിൽ നിന്ന് റൂമിലേക്ക് കയറി വരുന്ന ഹിമയെ അലോഷി കണ്ടത്. സത്യത്തിൽ ചെക്കൻ അപ്പോഴാണ് ശ്വാസം വീണത്. കഴിച്ചോ അച്ചാച്ചാ? ഞാനൊന്ന് കുളിച്ചു. ഇന്നലെ ഉറക്കം ശരിയാവാഞ്ഞത് കൊണ്ടാവും തലവേദന, പറഞ്ഞുകൊണ്ട് അവൾ കണ്ണാടിക്ക് മുന്നിലേക്ക് കയറി നിന്നു. പെട്ടെന്നാണ് അവൻ പിന്നിൽ നിന്ന് അവളെ കെട്ടിപ്പിടിച്ചത്. ഹിമ ആദ്യം ഒന്ന് പകച്ചെങ്കിലും തൻ്റെ കഴുത്തിൽ മുഖമൊളിപ്പിച്ചുള്ള അവൻ്റെ നിൽപ്പ് കണ്ണാടിയിൽ കണ്ടപ്പോൾ അവൾക്ക് ഒന്നും പറയാൻ തോന്നിയില്ല. എന്താ എൻ്റെ കെട്ടിയവന് പറ്റിയത്? ആരേലും എന്തെങ്കിലും പറഞ്ഞോ? ഹിമ ചോദിച്ചു. കൊച്ചേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? നിനക്ക് നിൻ്റെ മമ്മിയെയാണോ ശാരദമ്മയാണോ കൂടുതൽ ഇഷ്ടം? അലോഷി ചോദിച്ചു. ഇതെന്തോന്നാ അച്ചാച്ചാ കൊച്ചു കുട്ടികളോട് ചോദിക്കുന്ന പോലെ? കളിക്കാതെ ഒന്ന് മാറിക്കേ, ഞാൻ താഴേക്ക് ചെല്ലട്ടെ. ഇപ്പോൾ തന്നെ സമയം ഒരുപാട് വൈകി. അമ്മച്ചി എന്ത് വിചാരിക്കും? ഒന്ന് മാറച്ചാച്ചാ. ഹിമ അവൻ്റെ കൈ തന്നിൽ നിന്ന് വേർപെടുത്താൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. പക്ഷെ അവൻ അവളെ തന്നിലേക്ക് കൂടുതൽ അടുപ്പിക്കുകയാണ് ചെയ്തത്. പറ കൊച്ചേ, പ്ലീസ്, അവൻ വീണ്ടും പറഞ്ഞു. രണ്ടുപേർക്കും ഞാൻ മോളല്ലേ, അപ്പോൾ പിന്നെ അവരെ ഞാൻ വേർതിരിച്ച് കാണുന്നത് ശരിയാണോ? എന്നാലും കുറച്ച് അറ്റാച്ച്മെൻറ്റ് കൂടുതൽ മമ്മിയോടാണ്. ഹിമ കൈ ഉയർത്തി അലോഷിയുടെ കവിളിൽ ഒന്ന് പിച്ചിക്കൊണ്ട് പറഞ്ഞു. അപ്പോൾ നിൻ്റെ മമ്മി എന്ത് പറഞ്ഞാലും എൻ്റെ കൊച്ച് അനുസരിക്കുമോ? അലോഷി ചോദിച്ചു. അത് പിന്നെ അങ്ങനെ തന്നെ അല്ലേ ചാച്ചാ വേണ്ടത്? അല്ലേ പിന്നെ ഞാൻ അവരോട് നന്ദികേട് കാട്ടുന്ന പോലെ ആവില്ലേ? ഹിമ ചോദിച്ചു. പെട്ടെന്നാണ് അലോഷിയുടെ കൈ അവളിൽ നിന്ന് അയഞ്ഞത്. അപ്പോൾ എന്നെ ഉപേക്ഷിക്കാൻ പറഞ്ഞാലോ? എൻ്റെ കുഞ്ഞ് എന്നെ വിട്ടിട്ട് പോകുമോ? അലോഷി ചോദിച്ചു. ചുമ്മാ ഭ്രാന്ത് പറയല്ലേ ചാച്ചാ. എല്ലാം ഒന്നും കേട്ടോണ്ട് നിൽക്കാൻ എനിക്ക് പറ്റത്തില്ല. വന്ന് വന്ന് എന്തും പറയാനെന്നായിട്ടുണ്ട്. മുന്നിൽ നിന്ന് മാറിക്കേ, ഞാൻ പോട്ടെ. ഹിമ പുറത്തേക്ക് നടന്നു. പെട്ടെന്നാണ് അവൻ കയ്യിൽ പിടിച്ച് അവളെ നിർത്തിയത്. എന്നെ ഇട്ടേച്ച് പോകുവോടി കൊച്ചേ? അലോഷി ചോദിക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾ ആകെ നിറഞ്ഞിരുന്നു. അത് കണ്ടപ്പോൾ ഹിമയ്ക്കാകെ വല്ലാതായി. ഇങ്ങനെയൊക്കെ ഓരോന്ന് പറയാൻ ഇവിടെ ഇപ്പോൾ എന്താ ഉണ്ടായേ? ദാ ഇങ്ങ് വന്നേ, ഇവിടെ ഇരിക്കേ. ഹിമ അവനെ ബെഡിലേക്ക് ഇരുത്തി.
ഇതാ നോക്കിക്കേ, മിന്നു കെട്ടിയവനെ ഉപേക്ഷിക്കാൻ പറയാനും മാത്രം ദുഷ്ടരൊന്നുമല്ല എൻ്റെ മമ്മിയും ഡാഡിയും. അതുമാത്രമല്ല, ഞാൻ ഉപേക്ഷിച്ചാലും എൻ്റെ അച്ഛൻ എന്നെ ഉപേക്ഷിക്കില്ല എന്ന് എനിക്കറിയാം. ഇതിയാനെ എനിക്ക് അത്രയ്ക്ക് വിശ്വാസമാണ്. ഹിമ അവൻ്റെ നെറുകയിൽ ചുണ്ടു ചേർത്തുകൊണ്ട് പറഞ്ഞു. ഇപ്പോൾ മാറിയോ അച്ഛൻ്റെ സംശയമൊക്കെ? ആ, ഇനി ഇതിയാൻ ഇവിടെ ഇരുന്ന് ദിവാസ്വപ്നം കണ്ടോ? ഞാൻ പോട്ടെ. ഇവിടെ ഇരുന്നാലേ ഇനിയും ഇതുപോലെ പല ഭ്രാന്തും ഞാൻ കേൾക്കേണ്ടി വരും. ഹിമ തിരിഞ്ഞു നടന്നു. പെട്ടെന്നാണ് അലോഷി അവളെ തൻ്റെ മടിയിലേക്ക് വലിച്ചിട്ടത്. പെട്ടെന്നുള്ള അവൻ്റെ പ്രവൃത്തിയിൽ അവൾ ആകെ പതറിപ്പോയി. അവൾ തന്നെ ഒന്ന് നോക്കി. തൻ്റെ അരക്കെട്ടിലൂടെ കൈയിട്ട് തന്നെ മുറുക്കി പിടിച്ചിരിക്കുകയാണവൻ. കാര്യങ്ങൾ അത്ര പന്തിയല്ലെന്ന് ഹിമയ്ക്ക് മനസ്സിലായി. എസ്കേപ്പ് ആവാനൊരു ശ്രമം നടത്തിയെങ്കിലും ഒരു രക്ഷയുമില്ല. അവൻ അവളെ കൂടുതൽ വലിച്ചടുപ്പിക്കുകയാണ് ചെയ്തത്. എന്താ, എന്നെ വിട്ടേ, ഞാൻ പോട്ടെ അച്ചച്ച, പ്ലീസ്, ഹിമ പറഞ്ഞു. അതെന്താ അച്ഛേ പെട്ടെന്ന് ഇച്ചായ മാറി അച്ചച്ചനായത്? അലോഷി ചോദിച്ചു. അത് സോഫി അങ്ങനെയല്ലേ വിളിച്ചത്, അതുകൊണ്ട് ഞാൻ ഇനി അച്ചച്ചനെ വിളിക്കൂ, ഹിമ പരിഭവത്തോടെ പറഞ്ഞു. പെട്ടെന്നാണ് അലോഷി അവളുടെ ചുണ്ടിൽ തൻ്റെ ചുണ്ട് ചേർത്തത്. അധികം താമസിയാതെ അവനത് പിൻവലിക്കുകയും ചെയ്തു. എന്നിട്ട് അവളുടെ കണ്ണുകളിലേക്കൊന്ന് നോക്കി. അവിടെ ആകെ അമ്പരപ്പാണ്. എന്താ, പേടിച്ചു പോയോ? അലോഷി ചോദിച്ചു. ഹിമ ഇല്ല എന്ന് തലയാട്ടി. അപ്പോൾ ഇഷ്ടപ്പെട്ടോ? അലോഷി പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു. ഉത്തരത്തിന് കാത്തു നിൽക്കാതെ അവൻ അവളുടെ ചുണ്ടുകൾ തൻ്റെ വായിലാക്കിയിരുന്നു. ക്ഷണനേരം കൊണ്ട് താൻ അവനിൽ അലിഞ്ഞില്ലാതാവുകയാണെന്ന് അവൾക്ക് മനസ്സിലായി. അവൻ്റെ കൈകൾ അവളുടെ അരക്കെട്ടിൽ കൂടുതൽ മുറുകിക്കൊണ്ടിരുന്നു. അവൾക്ക് ശ്വാസം നിലയ്ക്കുന്ന പോലെ തോന്നി. ഇപ്പോഴാണ് അവൻ്റെ ഷോൾഡറിൽ ശക്തിയിൽ അടിക്കാൻ തുടങ്ങിയത്. പെട്ടെന്ന് അവൻ തൻ്റെ ചുണ്ടുകളെ മോചിപ്പിച്ചു. കൈ പിന്നിലേക്ക് ഊന്നി അവളിൽ നിന്ന് അല്പം അകന്നിരുന്നു. ഒരു ചിരിയോടെ ഹിമയെ നോക്കിയിരിക്കുകയാണ് അലോഷി. അപ്പോഴും അവളുടെ കൈ അവൻ്റെ ഷോൾഡറിൽ തന്നെ ആയിരുന്നു. ഞങ്ങൾ പാലക്കലുകാർക്കേ കിട്ടിയത് പലിശയും ചേർത്ത് തിരിച്ചു കൊടുത്ത ആ ശീലം. അതും പറഞ്ഞ് അവൻ തൻ്റെ മടിയിലിരുന്നവളെ എടുത്ത് കട്ടിലിലേക്ക് ഇരുത്തി. എൻ്റെ കൊച്ച് ഇവിടെ ഇരുന്ന് സ്വപ്നം കണ്ടോ? അച്ചച്ചന് കുറച്ച് പണിയുണ്ട്. അതും പറഞ്ഞ് കള്ളച്ചിരിയോടെ അലോഷി പുറത്തേക്ക് പോയി. പാവ ഹിമ. ആദ്യത്തെ ഷോക്ക് മാറിയിട്ടില്ല. സാരമില്ല, ഇതിനി ശീലമായിക്കോളും.